ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ണൂരിൻ്റെ സ്വന്തം കണ്ണൂരപ്പമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാൻ ചെറിയൊരു അളവിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് പച്ചരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അതൊന്ന് അളന്നെടുത്തിട്ട് കഴുകി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. 2-3 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുക. ഇല്ലെങ്കിൽ ഓവർനൈറ്റ് ആണെങ്കിൽ തലേന്ന് നമുക്ക് കുതിർത്ത് വെച്ച് പിറ്റേന്ന് നെക്സ്റ്റ് ഡേ ഉണ്ടാക്കുന്ന രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുതിർന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് ചോറാണ്. നമ്മൾ സാധാരണ കുത്തരി ആയാലും കുഴപ്പമില്ല, ഏത് വേവിച്ച അരി ആയാലും കുഴപ്പമില്ല. അപ്പോൾ 1/4 കപ്പ് അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അളവുകളെല്ലാം കൃത്യമായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് 1/2 മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പായിരിക്കും കറക്റ്റ് അളവ്, കാരണം അര ചേർക്കുമ്പോൾ വളരെ ചെറിയൊരു ലൈറ്റ് മധുരം മാത്രമേ ഉണ്ടാവും. പിന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ കൂടി ചേർത്തിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഞാൻ, എന്നിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. വെള്ളം കൂടുതൽ ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാറ്റർ റണ്ണി ആയിപ്പോവും. അപ്പോൾ നമുക്കതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് മാത്രം അരയ്ക്കാം. ഇനി ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ട് നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പം അതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ മൊത്തത്തിൽ 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അരച്ചതിന് ശേഷം. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുകയും വേണം, വെള്ളമായി പോയരുത്. പിന്നെ നമ്മുടെ ആ അപ്പം കറക്റ്റായിട്ട് കിട്ടില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈസ്റ്റൊക്കെ ചേർത്തതുകൊണ്ട് ഒന്ന് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അതിൽ ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കും. ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ കുറേശ്ശെയായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ആ ഒരു രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് ഒന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. അല്ലാതെ ഫുള്ളായിട്ട് ആവേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ മാത്രമേ നമ്മുടെ ആ കളറൊക്കെ പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ കളർ ചേഞ്ച് ആവും. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ ഈ കുഴിയിൽ നിറഞ്ഞ് കവിയരുത്. അത് ഒരു 3/4 വരെയൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ആ കളറൊന്ന് വന്നതിന് ശേഷം കോരി മാറ്റാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിങ്ങനെ കോരി നമുക്ക് മാറ്റാം. ഇനി നെക്സ്റ്റ് ബാച്ചും ഇതേപോലെ നമുക്ക് ഒഴിച്ചിട്ട് കോരിയെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അതിലുള്ളതാണെങ്കിൽ പിന്നെ വീണ്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കി എല്ലാ കുഴികളിലും നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം നല്ല കളറൊന്ന് ചേഞ്ച് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് കോരി
എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂരപ്പം തയ്യാറാണ്. അപ്പോൾ ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം നോക്കാം. ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഡെഫിനറ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈ അപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ സെയിം ആ ലൈറ്റായിട്ട് ഉള്ളിൽ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അളവുകളൊന്നും തെറ്റാതെ കറക്റ്റായിട്ട് മെഷർമെൻ്റൊക്കെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.